നമസ്കാരം, BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീലക് തോട്ടക്കാട്ടുകര, ജോഷ് മാൾ മുക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വിലാസ്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി പരീക്ഷാഫലവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലവും പ്രഖ്യാപിച്ചു. 78.69% ഹയർ സെക്കൻഡറി പരീക്ഷയുടെ വിജയശതമാനം. VHSC പരീക്ഷയിൽ 71.42% വിജയം. സംസ്ഥാനത്തെ 2023-24 വർഷത്തെ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പുറത്തുവന്നപ്പോൾ 100 മേനി വിജയം നേടിയ സർക്കാർ സ്കൂളുകളുടെ എണ്ണത്തിൽ കുറവ്. സർക്കാർ സ്കൂളുകളിൽ 100% വിജയം നേടിയ സ്കൂൾ അധികം ഇല്ലാത്തതിൽ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി വിവരിച്ചു. സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ രീതി മെച്ചപ്പെടുത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കാമെന്ന ഉറപ്പിൽ സമരം പിൻവലിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിശോധിക്കാമെന്നും മാനേജ്മെന്റ് ഉറപ്പു നൽകി. തുടർന്നാണ് സമരം പിൻവലിക്കുവാൻ ജീവനക്കാരുടെ യൂണിയൻ തയ്യാറായത്. മോദി അദാനി ബന്ധം വീണ്ടും ഉന്നയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. മോദി അധികാരത്തിൽ വന്ന 10 വർഷത്തിനിടെ രാജ്യത്തെ വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, അടിസ്ഥാന സൌകര്യങ്ങൾ, പ്രതിരോധ വ്യവസായം തുടങ്ങി എല്ലാം അദാനിക്ക് നൽകിയെന്നും അദാനിക്ക് വേണ്ടി രാജ്യത്ത് നോട്ട് നിരോധനവും GSTയും നടപ്പാക്കിയെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. സംസ്ഥാനത്ത് ചൂട് ഇനിയും ഉയരുമെന്നും ആലപ്പുഴ ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. സാധാരണയേക്കാൾ 3 മുതൽ 5 ഡിഗ്രി വരെ താപനില ഉയരും. കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി വരെയും തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി വരെയും ഉയരുവാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഓസ്ട്രേലിയയിൽ പ്രവേശിക്കുന്നതിന് വിദ്യാർത്ഥികൾ അവരുടെ സേവിംഗ്സായി കാണിക്കേണ്ട തുക വീണ്ടും ഉയർത്തി ഓസ്ട്രേലിയ. 2024 മെയ് 10 മുതൽ 29,710 ഓസ്ട്രേലിയൻ ഡോളർ അഥവാ 16,29,964 രൂപ അക്കൌണ്ടിൽ കാണിക്കേണ്ടി വരും. 7 മാസത്തിനിടയിൽ 2ാം തവണയാണ് വിദ്യാർത്ഥികൾ അക്കൌണ്ടിൽ കാണിക്കേണ്ട തുക ഓസ്ട്രേലിയ ഉയർത്തുന്നത്. നേരത്തെ 11.5 ലക്ഷമായിരുന്ന തുക കഴിഞ്ഞ ഒക്ടോബറിലാണ് 13.5 ലക്ഷമായി ഉയർത്തിയത്. ടാറിംഗ് തൊഴിലാളി മിന്നലേറ്റ് മരിച്ചു. കോട്ടയം ഇടമറുകിൽ ടാറിംഗ് തൊഴിലാളി മിന്നലേറ്റ് മരിച്ചു. കറുകച്ചാൽ സ്വദേശി ബിനോ മാത്യു ആണ് മരിച്ചത്. ഇന്നലെ 4 മണിയോടെ ജോലിക്കിടെയാണ് അപകടം ഉണ്ടായത്. സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് 1 മരണം കൂടി സ്ഥിരീകരിച്ചു. ആലപ്പുഴ ചെട്ടിക്കാട് കെട്ടിട നിർമ്മാണ ജോലിക്കിടെ ഇലക്ട്രീഷ്യനായ സുഭാഷാണ് കുഴഞ്ഞുവീണ് മരിച്ചത്. സുഭാഷിന് ഹൃദയാഘാതമുണ്ടായെന്നും പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചു. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളിലും ക്യാഷ് ഡിക്ലറേഷൻ രജിസ്റ്റർ സൂക്ഷിക്കണമെന്ന പൊതുഭരണ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ സർക്കുലർ. ഉദ്യോഗസ്ഥർ ഓഫീസിൽ ഹാജരാകുന്ന സമയം, അവരുടെ കൈവശമുള്ള തുക എത്ര, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്തൊക്കെ എന്നുള്ള വിവരം ഡെയിലി ക്യാഷ് ഡിക്ലറേഷൻ രജിസ്റ്ററിലോ പേഴ്സണൽ ക്യാഷ് ഡിക്ലറേഷൻ രജിസ്റ്ററിലോ രേഖപ്പെടുത്തി സൂക്ഷിക്കണം എന്നാണ് നിർദ്ദേശം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി.